ഹായ് ഗൈസ്, ഞാൻ മമ്മ ഇൻ സ്ക്രബ്സ്. ഇന്ന് നമുക്കൊന്ന് ലൈബ്രറിയിൽ പോയാലോ? ആദ്യം ലൈബ്രറി, അത് കഴിഞ്ഞ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇതാണ് കേട്ടോ ലൈബ്രറി. നല്ല ഭംഗിയുള്ളൊരു ലൈബ്രറിയാണ്. പുറത്തുനിന്ന് കാണുമ്പം ഒരു ബുക്കിൻ്റെ ഷേപ്പിലാണ് ലൈബ്രറി ഉള്ളത്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കോളേജിലൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കാം. ഈ ലൈബ്രറി ഉണ്ടല്ലോ, നല്ല വലുതുമാണ്, നല്ല രസമാണ് കാണാൻ. ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്ക് നോക്ക്. ഇവിടെയാണ് കേട്ടോ ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ എന്താ അവസ്ഥ എന്ന് നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പുറത്ത് ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം നമുക്കിനി തുടങ്ങിയാലോ? ഇതൊക്കെയാണ് പണിയായുധങ്ങൾ. എൻ്റെ ടാബും ഒരു നോട്ട്ബുക്കും. അപ്പം ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ക്ലിനിക്കൽ ട്രെയിനി ഡോക്ടറാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡോളപ്സ് ഫർഫീൻ എന്നാണ്. ഡോളപ്സ് ഫർഫീനിൽ ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ സ്റ്റോറീസും വീഡിയോസും ഒക്കെ ഇടുമ്പം എനിക്ക് ഒരുപാട് ഡൗട്ട്സും മെസ്സേജസും വരാറുണ്ട്. എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, DH കഴിഞ്ഞതാണോ? മിക്കവരും ജൂനിയേഴ്സാണ്, സീനിയേഴ്സും എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ മെസ്സേജസിനെല്ലാം റിപ്ലൈ കൊടുത്ത് എനിക്ക് തോന്നി ഇതിലും നല്ലത് ഞാനിതൊരു ബുക്കാക്കുന്നതല്ലേ. അതാവുമ്പം എല്ലാവർക്കും ഹെൽപ്ഫുള്ളുമാണ്, എനിക്കതൊരു സോഴ്സ് ഓഫ് ഇൻകമും ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇന്നിരുന്ന് ചെയ്യണത്, എൻ്റെ ഫസ്റ്റ് ഈ ബുക്ക്. ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. എന്ത് ഭംഗിയുള്ള ഫ്രെയിമാലേ. നല്ല സക്സസ്ഫുള്ളി നമ്മൾ കുറച്ച് നേരം പഠിച്ച് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇനി നമ്മൾ നേരെ എൻ്റെ ഇനീഷ്യൽ അസസ്മെൻറ്റ് എക്സാമിന് പോകാൻ പോവാം. പഠിച്ചവനെ കാത്തോളണേ, എന്ത് ഭംഗിയല്ലേ. നിങ്ങളിപ്പം ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ പാസ്സായി എന്നുള്ളത് അറിയും കേട്ടോ. ഭയങ്കര കോൺഫിഡൻസ് ആണ്, പാസ്സായി എന്നൊക്കെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞ ഇൻഷാ അല്ലാ നടന്നില്ല കേട്ടോ. ഞാൻ ആ എക്സാം ഫെയിലായി. എനിക്കൊരുപാട് ദേഷ്യവും വിഷമവും എല്ലാം തോന്നിയിരുന്നു അയാളത് പറഞ്ഞപ്പോൾ. കാരണം ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാകുമെന്ന്. സാരല്ല, ഇനിയും ഒരു ടേൺ വരുമല്ലോ, അപ്പോൾ നമുക്ക് പാസ്സാകാം. പക്ഷെ മൂഡ് പോയി, വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി. അപ്പം ഇനി ഒരു വഴിയേ ഉള്ളൂ, വീട്ടിൽ പോയിട്ട് നല്ല ചൂട് വെള്ളത്തിലൊരു കുളി. അത് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പം പിന്നെ അത്രേ ഉള്ളൂ.